എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒരുപാട് ആൾക്കാരെ കാണിക്കുന്നു. അവരൊരു പല്ലൊക്കെ തൂക്കിക്കൊണ്ട് ഇപ്പൊ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാല് ഒരു ഭൂതത്തലയുള്ളവൻ. അവിടെ കൂടി നിന്ന എല്ലാവരും അതിനെ കണ്ട് പേടിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോ അതൊരു ഭൂതത്തെ പോലെ ഇപ്പൊ മറഞ്ഞും തെളിഞ്ഞും കളിക്കും. അവിടുന്ന് അവനിപ്പൊ ചാടി വന്ന് ആ ഒരു പല്ലക്കിന്റെ അകത്തിരിക്കുന്നവനോട് സംസാരിക്കാൻ തുടങ്ങും. അവനിപ്പോ മൊട്ടയോട് ചോദിക്കും, സത്യം പറ, നീ അവനെ കൊന്നോ? അതിന് മൊട്ട പേടിച്ചു പറയും, ഞാൻ കൊന്നിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ കുട്ടപ്പനെ കാണിക്കുന്നു. അവനാവട്ടെ അവിടെയുള്ള ഹൊക്കാഗമാരുടെ പ്രതിമയില് ഇപ്പൊ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുട്ടപ്പനാണെങ്കില് ഒരുപാട് ബോറടിച്ച് ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് വെറുതെ ചൊറിയും കുത്തിയിരിക്കുകയാണ്. ഓ, ആ മാമനും ഇല്ല, എനിക്കാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെ ഒരു സമാധാനവും ഇല്ല. അറ്റ്ലീസ്റ്റ് സാസുകയായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു മിഷനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയേനെ. കട്ട് ചെയ്ത ഇപ്പൊ കാക്കാഷി ആവട്ടെ ലാൻഡ് ഓഫ് ബേർഡില് ഇപ്പൊ ഒരു വലിയ ആപത്ത് വന്നിരിക്കുകയാണ്. ഒരു ദുരാത്മാവ് അവിടെയുള്ള എല്ലാവരെയും ഇപ്പൊ ഒരുപാട് ഉപദ്രവിക്കുന്നു. അതിന് ഹൊക്കാകെ, നീ എന്തായി പറയണേ? നമ്മൾ മന്ത്രവാദികളൊന്നും അല്ല, നമുക്ക് ആ പ്രേതത്തെ പിടിക്കാന്നാണോ നീ പറയണേ? നിനക്ക് വട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ലാൻഡ് ഓഫ് ബേർഡ്സിലെ ഒരു ദൂതൻ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് അവിടേക്ക് വരും. ആ കണ്ണാടി ദൂതൻ പറയും, ദയവ് ചെയ്ത് ഹൊക്കാകെ ഞങ്ങളെ കൈവിടരുത്. ഇപ്പൊ ഞങ്ങളുടെ ഗ്രാമം തന്നെ ഓരോ സെക്കൻഡും ഇപ്പൊ പേടിച്ചാണ് കഴിയുന്നത്. ഞാൻ വലിയൊരു പണക്കാരനാണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കാശ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് 1001 രൂപ എടുത്ത് ഇപ്പൊ ഹൊക്കാഗയുടെ മുൻപിൽ വെക്കും. അത് കണ്ട് ഹൊക്കാഗ തന്നെ ഒരു നിമിഷം ചമ്മിപ്പോയി ഇപ്പൊ അവന്റെ മുഖത്തേക്ക് നോക്കും. അപ്പൊ വീണ്ടും അവൻ, ഇപ്പൊ ഗ്രാമം കുറച്ച് ദാരിദ്ര്യത്തിലാണ്, തീർച്ചയായിട്ടും എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കാശ് ഞാൻ തരും, സത്യമായിട്ടും തരും. അപ്പൊ ഹൊക്കാഗെ ആന്റി ആ പണം കയ്യിലെടുത്ത്, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ കാശ് ഞങ്ങളുടെ നിഞ്ചകൾക്ക് ട്രാവലിംഗ് എക്സ്പെൻസിന് പോലും തികയില്ല. അപ്പൊ അവനാവട്ടെ, ഇനി വേറെ വഴിയില്ല, അറ്റകൈ അത് ഞാൻ പ്രയോഗിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഒരു കത്തി എടുത്ത് അങ്ങനെ തന്നെ അവന്റെ വയറ് കുത്തി അങ്ങോട്ട് കീറും. അതുകൊണ്ട് ഹൊക്കാഗേന്റെ ആവട്ടെ നോ എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങും. പക്ഷെ അപ്പോഴായിരിക്കും അവര് കാണുക, അവന്റെ വയറ്റിൽ നിന്ന് ഇപ്പൊ ഒരു ബാഗ് ആയിരിക്കും പുറത്തേക്ക് ചാടുക. അത് ഓപ്പൺ ചെയ്താല് ആ ബാഗിനകത്ത് ഒരുപാട് ചില്ലറ പൈസ. ദയവ് ചെയ്ത് ഈ പൈസ സ്വീകരിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം. അത് കേട്ട് വേറെ വഴിയില്ലാതെ നമ്മുടെ ഹൊക്കാഗെ ആവട്ടെ അതിന് സമ്മതിക്കും. പക്ഷെ ഗ്രാമത്തിലിപ്പോ ഓൾറെഡി ചുനിയൻസും എല്ലാവരും തന്നെ ഓരോരോ മിഷൻസിലാണ്. കട്ട് ചെയ്ത ഇവിടെ കുട്ടപ്പനാവട്ടെ അവൻ ഇഷ്ടപ്പെട്ട നൂഡിൽസ് അത് മാക്കെന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ വന്ന ആ ഒരു കണ്ണാടി പയ്യൻ ഇപ്പൊ കുട്ടപ്പനെ ചെറുതായിട്ടൊന്ന് ഒളിഞ്ഞു നോക്കൂ. ഉടനെ കുട്ടപ്പൻ അത് കണ്ടിട്ട്, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡ് മേടിച്ച് കഴിക്ക്, വെറുതെ എന്നെ നോക്കിയിരുന്ന് എന്റെ വയറ് വീർപ്പിക്കരുതെന്ന് പറയുമ്പോ അവൻ പറയും, എനിക്കിപ്പോ ഫുഡൊന്നും വേണ്ട. കട്ട് ചെയ്ത ആ കണ്ണാടി പയ്യനാവട്ടെ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഫുഡ് മുഴുവൻ ഒറ്റയടിക്ക് തിന്നു തീർക്കും. കുട്ടപ്പന്റെ കിളി പോയി. അവന്റെ കയ്യിലുണ്ടായിരുന്ന സകല പൈസയും ഇപ്പൊ റെസ്റ്റോറന്റിൽ കൊടുക്കേണ്ടി വരും. നീയൊക്കെ ഏതാ, നിനക്ക് എന്താ ഇവിടെ കാര്യം എന്ന് നമ്മുടെ കുട്ടപ്പൻ ചോദിക്കുമ്പോ അവൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ വിശദമായിട്ട് പറയും. ഒരു മിഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്റെ പോക്കറ്റ് മണി വരെ നുള്ളിപ്പെറുക്കി കൊടുത്ത് ഒരു വിധത്തില് ഞാൻ ആ മിഷൻ ഓക്കെ ആക്കി. അപ്പൊ കുട്ടപ്പൻ വീണ്ടും ചോദിക്കും, അത്രമാത്രം ബുദ്ധിമുട്ടാൻ ഇപ്പൊ എന്ത് പ്രശ്നമാണ് നിന്റെ ഗ്രാമത്തിലുള്ളത്? എന്റെ ഗ്രാമം ഇപ്പൊ വലിയൊരു അപകടത്തിലാണ്. മാത്രമല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവന്റെ ജീവൻ പോലും ഒരു പക്ഷേ ഇപ്പൊ നഷ്ടപ്പെട്ടേക്കാം. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഫ്യൂഡല്ലാടും ഞാനും ഒരുമിച്ചാണ് ചെറുപ്പം മുതലേ വളർന്നു വന്നത്. ഞങ്ങൾ പണ്ട് മുതലേ വളരെ തിക് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറയുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ വണ്ടടിച്ചു പോവും. അവന്റെ പപ്പയ്ക്ക് സുഖമില്ലാതെ വളരെ നേരത്തെ മരിച്ചു പോയതുകൊണ്ടാണ് അവൻ ഇത്രയും ചെറിയ പ്രായത്തില് ഫ്യൂഡല്ലാടായി മാറിയത്. പക്ഷെ ഈ ഇടയായിട്ട് അവൻ എന്തൊക്കെയോ മാറ്റങ്ങള് അവന്റെ ലൈഫിൽ സംഭവിച്ചു. അവനെ ഒന്ന് കാണാൻ പോലും എന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും എനിക്കവനെ രക്ഷിക്കണം. അപ്പൊ നമ്മുടെ കുട്ടപ്പൻ ഇപ്പൊ എന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങും. അവന്റെ സാസുക കുട്ടപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവനെ രക്ഷിക്കാനാണ് അവനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കണ്ണാടി പയ്യൻ അവന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാനാണ് ഇപ്പൊ ഇവിടേക്ക് വന്നത്. അപ്പൊ കുട്ടപ്പൻ പറയും, നീ യാതൊന്നും പേടിക്കണ്ട, നിനക്ക് തീർച്ചയായിട്ടും നിന്റെ ഫ്രണ്ടിനെ തിരികെ കിട്ടും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുട്ടപ്പനാവട്ടെ ആ ഒരു കണ്ണാടി പയ്യനെയും കൊണ്ട് ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്ത് വരും. നീ പുറത്ത് നിൽക്ക്, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് കുട്ടപ്പൻ അകത്തേക്ക് കയറി ഒരാള് അവരുടെ പോക്കറ്റ് മണി പോലും തന്ന് സഹായത്തിന് അപേക്ഷിക്കുമ്പോ നീ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അറ്റ്ലീസ്റ്റ് നീ ഒരു പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പനാവട്ടെ പാവം നമ്മുടെ ഹൊക്കാഗയുടെ മെക്കിട്ട് കയറിക്കൊണ്ടേയിരിക്കും. പുറത്ത് കണ്ണാടി പയ്യനാവട്ടെ ഇതൊന്നും അറിയാതെ ഇപ്പൊ കുട്ടപ്പന് വേണ്ടി കാത്തിരിപ്പാണ്. കട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പന്റെ മോന്തയില് 5-6 പാടുകൾ കാണും. അവന്റെ കൺട്രോൾ ഇല്ലാത്ത സംസാരത്തിന് നമ്മുടെ ഹൊക്കാഗെ കൊടുത്ത സമ്മാനമാണ്. ആക്ച്വലി ഹൊക്കാഗെ
ആ ഒരു മിഷൻ ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പൊ നെജിക്ക് വേണ്ടി വെയിറ്റിംഗിലായിരുന്നു. നെജിക്കാണ് ഈ ഒരു പുതിയ മിഷന്റെ ചുമതല. ഇപ്പൊ ആന്റി പറയും നെജിക്ക് സഹായത്തിന് നീയും ടെൻഡനും തീർച്ചയായിട്ടും പോകണം. അത് കേട്ട് കുട്ടപ്പനാവട്ടെ ഒരു കൊട്ട പുച്ഛം വാരിയെറിഞ്ഞ് ഞാൻ ഓൾറെഡി പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിന് അസിസ്റ്റന്റ് ചേച്ചി ഇപ്പൊ നൈസായിട്ട് അവന്റെ ചെവി പറയും, നിനക്ക് ഈ മിഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ പോകുന്നത് ഒരു പ്രേതത്തെ പിടിക്കാനാണ്. ഒരു ബ്രഹ്മാണ്ഡ പ്രേതം, വെള്ള സാരി ഉടുത്ത് കണ്ണൊക്കെ തള്ളി ആൾക്കാരുടെ രക്തം ഉറിഞ്ചി കുടിക്കുന്ന ഒരു ഡ്രാക്കുള. അതിനെയാണ് നിങ്ങൾ പിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ ഇപ്പൊ പേടിച്ചു വിറച്ച് ഒരു മൂലയ്ക്ക് പോയിരിക്കും. പെട്ടെന്ന് കുട്ടപ്പൻ ചാടി എഴുന്നേറ്റ്, എന്തൊക്കെ വന്നാലും ഞാൻ പേടിക്കില്ല, ഗെൻജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രേതത്തെ ഞാൻ ഇടിച്ചു കൊല്ലുന്നു പറയും. കുട്ടപ്പൻ കണ്ണാടി പയ്യനെ വിളിച്ച്, സത്യത്തില് അത് പ്രേതം തന്നെയാണോ? പേടിക്കേണ്ട ആവശ്യമില്ല, നീ മുൻപിൽ നടന്നോ, പുറകെ തന്നെ ധീരനായ ഞാനുണ്ടെന്ന് കുട്ടപ്പനാവട്ടെ ഇപ്പൊ മുട്ടിടിച്ചോണ്ട് പറയും. ഇനി വേറെ വഴിയില്ലാന്ന് വെച്ച് ഇപ്പൊ കുട്ടപ്പനും ടീംസും ആവട്ടെ നമ്മുടെ കണ്ണാടി പയ്യനോടൊപ്പം അവന്റെ ഗ്രാമത്തിലേക്ക് പോകും. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, ശരിക്കും അവിടെ പ്രേതമുണ്ടോ, നീ കണ്ടിട്ടുണ്ടോ ചോദിക്കുമ്പോ അതിന് കണ്ണാടിക്കാരൻ പറയും, ഞാനിതുവരെ കണ്ടിട്ടില്ല. അത് കേൾക്കുമ്പോ നമ്മുടെ കുട്ടപ്പന് ഒരുപാട് ആശ്വാസമാവും. പക്ഷെ എന്റെ മാസ്റ്റർ മൊട്ടത്തലയൻ മോസോ അവൻ തൊട്ടടുത്ത് കണ്ടു എന്ന് പറയുമ്പോ കുട്ടപ്പൻ ഷോക്കായിട്ട് ഇപ്പൊ വായും പൊളിച്ച് അവനെ നോക്കി നിൽക്കും. കുഴപ്പമൊന്നുമില്ല, നമുക്കെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ വീണ്ടും മുൻപോട്ട് യാത്ര ആരംഭിക്കും. പോകുന്ന വഴിയിൽ നമ്മുടെ കണ്ണാടിപ്പയ്യന്റെ തീറ്റ കണ്ടാണ് കുട്ടപ്പന്റെ കിളി പോവുക. അപ്പൊ കണ്ണാടിപ്പയ്യൻ, എനിക്ക് തോന്നുന്നത് മരിച്ചുപോയ ആ ഒരു ഫ്യൂഡലാഡിന്റെ ആത്മാവാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ കിടന്ന് കറങ്ങുന്നതെന്നാണ്. അപ്പൊ നെജി പറയും, പ്രേതവും ഭൂതവും ഒക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം നീ നിന്റെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ കണ്ണാടിപ്പയ്യനാവട്ടെ, പ്രശാന്ത സുന്ദരമാണ് എന്റെ ഗ്രാമം. കളകളാരവത്തോടൊഴുകുന്ന പുഴ, പക്ഷികള്, മൃഗങ്ങള് എല്ലാവരും വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് അവിടെ ജീവിച്ചു പോന്നിരുന്നത്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ ഫ്യൂഡൽ ലാഡ് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുന്നത്. അതിനുശേഷം ഫ്യൂഡൽ ലാഡ് ആരാവണം എന്നൊരു ചർച്ച വന്നു. സഖി ആൻഡ് കോമെ അവർ രണ്ടുപേരുമായിരുന്നു മരണപ്പെട്ട ഫ്യൂഡൽ ലാഡിന്റെ മക്കൾ. പക്ഷെ കോമയ്ക്ക് അവന്റെ അനിയൻ സഖി ഒരിക്കലും ഫ്യൂഡൽ ലാഡ് ആകുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. കോമ ഒരുപാട് ശ്രമിച്ചിട്ടും ഒടുവില് സഖി തന്നെ ഫ്യൂഡൽ ലാഡായി മാറി. അവന് ട്രെയിനിങ് കൊടുത്തത് ഞങ്ങളുടെ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും പണ്ഡിതനും പണക്കാരനുമായ മോസോ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റാണ്. അങ്ങനെ ട്രെയിനിങ് മുൻപോട്ട് പോകുന്ന സമയത്ത് അവന്റെ സഹോദരി അവരുടെ അച്ഛനെ പോലെ തന്നെ ഒരസുഖത്തിന് കീഴടങ്ങി മരണപ്പെട്ടു. പിന്നീട് അവന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അവൻ അവന്റെ മാൻഷനിൽ നിന്ന് പുറത്തു വരാതെയായി. അപ്പോൾ അതേ സമയത്താണ് ആ ഒരു ആത്മാവ് അത് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിയത്. കോട്ടയിലുള്ള എല്ലാവരും പറഞ്ഞത് ലോർഡ് കൊവാഷിയെ ആരോ കൊന്നതാണ്. അതിന് പ്രതികാരം വീട്ടാൻ ഇപ്പൊ ലോർഡ് കൊവാഷി തന്നെയാണ് പ്രേതമായിട്ട് ഇവിടെ മുഴുവൻ അലഞ്ഞു നടക്കുന്നതെന്ന്. കുട്ടപ്പൻ സ്റ്റോറി കേട്ട് വീണ്ടും വീണ്ടും പേടിച്ചു നിൽക്കുമ്പോൾ ഇവിടെ നെജിക്കാവട്ടെ പ്രേതം എന്നൊരു കൺസെപ്റ്റില് യാതൊരു വിശ്വാസവും ഇല്ല. നെജി പറയും, എനിക്കിത് കേട്ടിട്ട് തീരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇതിന്റെ പിന്നില് ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ കണ്ണാടിപ്പയ്യൻ പറയും, ഒരു പക്ഷേ അങ്ങനെയും ആവാം. കോമയ്ക്ക് ഫ്യൂഡൽ ലാഡ് ആവാൻ കഴിയാത്തതിനുള്ള അമർഷം കൊണ്ട് ചിലപ്പോൾ അവൻ തന്നെ കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങളായിരിക്കും ഇതൊക്കെ തന്നെ. അപ്പൊ കുട്ടപ്പൻ ഞെട്ടിയിട്ട്, ഐ എം സോറി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അപ്പൊ ശരിക്കും പ്രേതമൊന്നും ഇല്ലല്ലേ എന്ന് പറഞ്ഞ് അവൻ ചിരിക്കാൻ തുടങ്ങും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കോമപ്പയ്യനാവട്ടെ എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ ചാടി എഴുന്നേക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ ഒരു പ്രേതം അവന്റെ മുൻപിൽ തന്നെ നിൽക്കുന്നതായിട്ട് അവൻ കാണും. അവൻ പേടിച്ചു പോയി കത്തിയൊക്കെ എടുത്ത് ഇപ്പൊ അതിനെ ആക്രമിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കും. അതവന്റെ തൊട്ടടുത്തേക്ക് വരുമ്പോ ഇപ്പൊ ഒരുപാട് പട്ടാളക്കാര് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടേക്ക് വന്ന് നിൽക്കും. അപ്പൊ ആ സമയത്തായിരിക്കും ഇവിടെ നമ്മുടെ ആൾക്കാര് കറക്റ്റായിട്ട് ഗ്രാമത്തിലേക്ക് എത്തുക. നമ്മുടെ ആൾക്കാർ പ്രേതത്തെയും അതിനെ എതിർക്കാൻ നിൽക്കുന്ന ആ ഗ്രാമത്തിലെ പട്ടാളക്കാരെയും കണ്ട് ഇപ്പൊ ഷോക്കായി പോവും. അപ്പൊ മുകളിലേക്ക് ലൈറ്റ് അടിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ആൾക്കാർ മുകളിലേക്ക് നോക്കും. അപ്പൊ ആ ഒരു പ്രേതം ഇപ്പൊ ആകാശത്തിലൂടെ പറന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ പേടിച്ച് ഓടി വന്ന് അതിനെ നോക്കി നിൽക്കും. എന്നിട്ട് വിട്ടുകൊടുക്കാതെ അതിന്റെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി അതിന്റെ പിന്നാലെ തന്നെ ഇപ്പൊ ഓടാൻ തുടങ്ങും. പക്ഷെ അവർ ഒരുപാട് നേരം അതിന്റെ പിന്നാലെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് അതിനെ കാണാതാവും. ഉടനെ നെജി അവന്റെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ ചുറ്റുപാട് മുഴുവൻ തന്നെ ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. പക്ഷെ അവിടെ ഒന്നും അതിനെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതൊരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നെജിക്ക് അതിനെ കാണാൻ കഴിയും. പക്ഷെ നെജിക്ക് അവൻ എത്ര ശ്രമിച്ചിട്ടും ഇപ്പൊ അതിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതിനർത്ഥം അത് പ്രേതം തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ഡോറും തുറന്ന് ആ ഒരു പ്രേതം ഇപ്പൊ പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാർ പേടിച്ച് വിറച്ച് കണ്ണ് തള്ളി അതിനെ നോക്കി നിൽക്കും.
ടെൻഷൻ ആവട്ടെ അവൻ ആക്ഷനൊക്കെ ഇട്ട് പ്രേതത്തെ ഇടിക്കാനായിട്ട് ഇപ്പൊ ചാടി ചാടി നിൽക്കും. അപ്പൊ കുട്ടപ്പൻ അവന്റെ ഒരു കത്തി എടുത്ത് വലിച്ചങ്ങോട്ട് എറിയും. അതാ പ്രേതത്തിന്റെ തലയിൽ പോയി കുത്തി തല ഇപ്പോ ഒരു ബൾബ് കത്തും പോലെ പ്രകാശിക്കാനായിട്ട് ആരംഭിക്കും. എന്തായാലും ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ദേഹത്തേക്ക് ചാട്ടി വീഴും. എന്നിട്ട് രണ്ട് ടീമും ചേർന്ന് ഇപ്പൊ വമ്പൻ മൽപ്പിടുത്തം. ഒടുവിലായിട്ട് ആ ഒരു സാധനം താഴെ വീഴുമ്പോ ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. അതിന്റെ കഥ കഴിഞ്ഞെന്നും പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അതിന്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അത് വെറും ഒരു കോസ്റ്റ്യൂമാണെന്ന് അവൻ തിരിച്ചറിയുക. അപ്പൊ അതിനർത്ഥം അതൊരു മനുഷ്യനോ മൃഗവോ ഒന്നുമല്ല, പ്രേതം തന്നെ ആണേ എന്ന് പറഞ്ഞ് നറൂട്ടോ കുട്ടപ്പൻ നിലവിളിക്കുന്നതോടുകൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.